നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. റേഷൻ കടകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം സപ്ലൈകോ വഴിയും 12-ൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടിയുണ്ട്. അവയെല്ലാം തന്നെ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അതുമാത്രമല്ല, റേഷൻ കടയിൽ അരിവിഹിതമൊക്കെ കുറവാണെങ്കിൽ പോലും സപ്ലൈകോയിൽ നമുക്ക് 8 കിലോയോളം കെയറൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ 1600 ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇത് ഓണത്തിനൊക്കെ ശേഷം ആ തുകയിൽ വർധനമുണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഈ സമയത്ത് വരുന്നുണ്ട്. ഇലക്ഷൻ പശ്ചാത്തലത്തിലൊക്കെ ആവാം ഇത്തരത്തിലൊരു തീരുമാനമെങ്കിലും ഇത് സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന അറിയിപ്പ് തന്നെയാണ്. ഇത് മാത്രമല്ല, ഈ പെൻഷൻ തുകയിൽ വർധനവ് ഏർപ്പെടുത്തുമ്പോൾ പിന്നീട് എല്ലാ മാസവും ആ തുകയായിരിക്കും നമുക്ക് ലഭിക്കുക. 2500 രൂപ വരെയാക്കി പെൻഷൻ ഉയർത്തുമെന്നായിരുന്നു സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. എങ്കിലും ഈ ഒരു പെൻഷൻ തുകയിൽ ചെറിയ വർധനമാണെങ്കിൽ പോലും അത് വലിയൊരു ആശ്വാസത്തിന് ഭാഗം നൽകുന്നതാണ്. ഇനി പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ളവർക്ക് അടുത്ത മാസം 24-ാം തീയതി വരെ, ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെ സമയമുണ്ട്. സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ഇത് നടത്തപ്പെടുന്നത്. കിടപ്പ് രോഗികളാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വയ്യായിക ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ വാർഡ് മെമ്പറുടെ പക്കലൊക്കെ കൃത്യമായിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ അറിയിക്കുക. അവിടുന്ന് പിന്നീട് ജീവനക്കാർ നമ്മളുടെ വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതാണ്. നമ്മളുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മളുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നതിനും ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതുമാത്രമല്ല, നമുക്ക് ഈ ഓണക്കാലത്ത് ക്ഷേമ പെൻഷൻ 2 ഗഡുക്കൾ വിതരണം ചെയ്യാനുള്ള സാധ്യത. അടുത്ത മാസം അവസാനം പെൻഷന്റെ 2 ഗഡുകൾ കുടിശ്ശിക കൂടി ചേർത്തായിരിക്കും വിതരണം നടത്തുക. ഓണത്തിന് മുൻപ് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് വേണ്ടി, അതും 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള പ്രായമുള്ളവർക്കാണ് അതിവേഗ വായ്പകൾ വനിതാ വികസന കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ വായ്പാ തുക വിനിയോഗിക്കുന്നതിന് വേണ്ടി സാധിക്കും. ഉദ്യോഗസ്ഥ ജാമ്യമോ അല്ലെങ്കിൽ വസ്തു ജാമ്യമോ നമ്മൾ നൽകേണ്ടതുണ്ട്. ഇനി അത് മാത്രമല്ല, 6% മുതൽ 8% വരെ മാത്രമായിരിക്കും ഇതിന്റെ വാർഷിക പലിശ നിരക്ക്. അതുകൊണ്ട് തന്നെ വായ്പ ആവശ്യമുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും www.kswdc.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളിൽ ലഭിക്കുന്ന വിവിധ സ്കോളർഷിപ്പിലേക്കുള്ള കൃത്യമായിട്ട് അർഹതയുള്ളവരുടെ ലിസ്റ്റൊക്കെ പുറത്തിറക്കിയിരുന്നു. അവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ വെച്ച ഗുണഭോക്താക്കൾ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മാർഗ്ഗദീപം എന്ന് പറയുന്ന സ്കോളർഷിപ്പുണ്ട്, അതിൻ്റെ സെലക്ഷൻ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വിവിധ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ വെച്ച വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷത്തെ വിവിധ സ്കോളർഷിപ്പ് ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. OBC വിഭാഗങ്ങളിലെയും അതോടൊപ്പം തന്നെ EBC വിഭാഗങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക്, അതും ദേശീയ പ്രാധാന്യമുള്ള സർവകലാശാലകളിൽ അല്ലെങ്കിൽ അത്തരം കോഴ്സുകൾ പഠിക്കുന്നവർക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ ഹയർ സെക്കൻഡറി തലത്തിലും അതോടൊപ്പം തന്നെ CA, CS, CMA കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്കും ഇപ്പോൾ ജൂലൈ മാസം 31-ന് മുൻപ് ഇ-ഗ്രാൻസ് പോർട്ടൽ വഴി അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.